ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീനൂസ് കുക്കറി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കുമ്പളങ്ങ മോരുകറിയാണ്. അപ്പോൾ ഈ മോരുകറിയിൽ നമ്മൾ തേങ്ങ ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ തേങ്ങ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കട്ടിയുള്ള കുമ്പളങ്ങ മോരുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാ ഒരു കുമ്പളങ്ങ മോരുകറി അല്ല, വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു കുമ്പളങ്ങ മോരുകറിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കുമ്പളങ്ങ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഞാൻ നീളനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ വേവിക്കാം. കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം. ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂണ് കുരുമുളക്, പിന്നെ 1/2 സ്പൂണ് നല്ല ജീരകം. നമുക്ക് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കുരുമുളകും നല്ല ജീരകവും നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു വെളുത്തുള്ളിയാണ്. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി തന്നെ എടുക്കാം കേട്ടോ ഇതിലേക്ക്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതിന്റെ കൂടെ തന്നെ ചതച്ചെടുക്കാം. അപ്പൊ ഞാൻ കുരുമുളകും നല്ല ജീരകവും പൊടിയിൽ വെളുത്തുള്ളി കൂടി ചതച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് ഒഴിക്കുന്നത്. പുളിയുള്ള തൈര് വേണേ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്താന്ന് ഞാൻ പറയാം കേട്ടോ. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു തവി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നല്ല ജീരകം, വെളുത്തുള്ളി, കുരുമുളക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇനി ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാമേ. ഇനി നമ്മുടെ മോരുകറി നമുക്ക് താളിക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 മണി ഉലുവ ഇടുന്നുണ്ട്. ഒരു വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിനി ഇത് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കുമ്പളങ്ങ മോരുകറി. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യണേ.